ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലൈറ്റ് ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മുടെ ആദർശ റൂമിലേക്ക് വരുമ്പോണ്ടല്ലോ നയന എന്തൊക്കെയോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ ആദർശ് ഓടി ഇങ്ങ് വന്നു. അപ്പം അമ്മ അനുവാദം കൊടുത്തിരിക്കുകയാണല്ലോ. ഓടി വന്ന് നയനയെ പുറകിൽ നിന്ന് അങ്ങ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്ത് ഇത് ആദർശേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, അമ്മ സമ്മതിച്ചു, യാത്ര പോകാനേ അമ്മ സമ്മതിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയനയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആദർശ് നമ്മുടെ നയനിയെ ഇങ്ങനെ എടുത്തു പൊക്കുക. അപ്പം ആദർശേട്ടൻ നയനയെ ഇങ്ങനെ എടുത്തു പൊക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നവ്യ ഓടി വരുന്നത്. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും ദേ നമ്മുടെ നവ്യക്ക് ചിരിയും അതോടൊപ്പം തന്നെ പേടിയും എല്ലാം കൂടിയായിരുന്നു കേട്ടോ. ഓടി ഇങ്ങ് വന്നിട്ട് അവൾക്ക് വയ്യാത്തതല്ലേ ആദർശേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവളെ താഴെ ഇടുവൊന്നുമില്ല എന്ന് ആദർശ നേരം നവ്യയോട് പറഞ്ഞു. അല്ല, എന്താ രണ്ടാൾക്കും ഇത്രയും സന്തോഷം എന്ന് നവ്യ ചോദിച്ചു കേട്ടോ. അന്നേരം അതെന്താണെന്നേ ഇവള് പറഞ്ഞു തരുമെന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് അങ്ങ് പുറത്തേക്ക് പോയി. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ നവ്യ നയനയുടെ അരികിലേക്ക് നിന്നിട്ട് എന്താ നയനെ? അപ്പോൾ അത് പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നില്ലേ ചേച്ചി, അത് ആദർശേട്ടൻ്റെ അമ്മയല്ലേ തടഞ്ഞത്. പക്ഷേ ഇപ്പം പൊയ്ക്കോളാൻ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. അതിൻ്റെ സന്തോഷം ഇപ്പോൾ ഈ കാണിച്ചതെന്ന് പറയുമ്പോഴേക്കും നവ്യയ്ക്കും ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് അങ്ങനെ നിന്റെ അമ്മായിമ്മ മാറണമെങ്കിൽ അവർക്ക് കരൾ കൊടുത്ത് സഹായിച്ചത് നീയാണെന്ന് അവരെങ്ങാനും അറിഞ്ഞു കാണുമെന്ന് ചോദിച്ചപ്പം അയ്യോ, ഇവിടെ അമ്മ മാറിയതൊന്നും അല്ലേ ചേച്ചി, മുത്തശ്ശനും മുത്തശ്ശിയും ഈ യാത്രയുടെ കാര്യം ഇപ്പം ഇവിടെ എടുത്തിട്ടത്, അതമ്മ സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ആഗ്രഹിച്ച് കിട്ടിയ ജീവിതമാണ് ഇപ്പം നിൻ്റേത്, അത് നീ മാക്സിമം അടിച്ച് പൊളിക്കണം. ഇനി എല്ലാവരും നിൻ്റെ വഴിക്ക് വരും, നീ നോക്കിക്കോളാൻ പറഞ്ഞു ചേച്ചി. കാരണം നീ അത്രയും വലിയൊരു കാര്യമാണ് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ആ സംഭവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം മോളെ. പിന്നെ അല്ല, യാത്ര എപ്പോഴാണെന്ന് ചോദിച്ചു. അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് പൊയ്ക്കോ, ഇനി ആദർശേട്ടൻ്റെ അമ്മയുടെ മനസ്സൊന്നും മാറണ്ടാന്ന് നവ്യ പറയാൻ നയനയോട്. മനസ്സ് മാറുമെങ്കിൽ ഞങ്ങൾ പോകുന്നില്ലേ ചേച്ചി, അമ്മയെ ധിഖരിച്ചിട്ടേ എനിക്ക് എങ്ങോട്ടും പോകണമെന്നില്ല എന്ന് നയന പറയുമ്പം നിനക്ക് ദൂരയാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നവ്യ ചോദിച്ചു. അത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മുറിവൊക്കെ എന്നേ കരിഞ്ഞില്ലേ ചേച്ചി എന്ന് ചോദിച്ചു നയന നവ്യയോട്. അപ്പം അത് കേട്ടപ്പോൾ എങ്ങനെ നോക്കിയാലും നീ ഒരു ഭാഗ്യവതി തന്നെയാണ് മോളെ. ഒരു കുഞ്ഞുണ്ട് എൻ്റെ വയറ്റിൽ, പക്ഷേ ഇതുവരെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പോലും എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല എന്ന് നവ്യ നയനയോട് പറയുന്നു. അഭിയുടെ മനസ്സൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അവനും വഴിക്ക് വരും ചേച്ചി. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല മോളെ എന്ന് നവ്യ നയനയോട് പറയുകയും ചെയ്തു. അവൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്, അവൻ്റെ അമ്മ പറയുന്നത് മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ. ഏതായാലും നിനക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയത്, അത് പരമാവധി നീ മുതലാക്കിക്കോളാൻ പറഞ്ഞു. ഇങ്ങനൊരു യാത്ര വേണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതേ വെറുതെ അല്ല, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാൻ അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് സത്യമായ കാര്യമാണ്. ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നയന ഇങ്ങനെ സന്തോഷവതിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു, തുള്ളിച്ചാടി സന്തോഷത്തോടെ. അതെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അഭി നല്ല ഉറക്കുക. അപ്പോഴേക്കും നവ്യ റൂമിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ കിടപ്പ് കണ്ടില്ലേ, ഓരോരുത്തരെ ഓരോ ഇരകളെ വിഴുങ്ങുന്നത് പോലെ ഇനി നാളെ തൊട്ട് അടുത്ത ഇര വിഴുങ്ങാനുള്ള പരിപാടികളായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ വന്ന് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എടാ അറിഞ്ഞോടാ, നീ വല്ലതും അറിഞ്ഞോ? ആദർശേട്ടൻ നയനയും കൊണ്ട് ചുറ്റാൻ പോകുകയെന്ന്, അവർ ടൂറ് പോകുകയാണെന്ന്. ടൂറിനോ? അതിന് അമ്മായി സമ്മതിച്ചോ എന്ന് അഭി ചോദിച്ചപ്പോൾ സമ്മതിച്ചു, പച്ചക്കുടി കാണിച്ചെന്ന് പറഞ്ഞു. ഇവിടെ നീ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അതുപോലെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോടാന്ന് ചോദിക്കുന്നു കേട്ടോ നവ്യ. ഒരിക്കൽ കൊണ്ടുപോയി, ടൂറെന്നും പറഞ്ഞു കൊല്ലാൻ. ഓർമ്മയുണ്ടോ നിനക്കതെന്ന് ചോദിച്ചപ്പം അഭി ഇങ്ങനെ ഇരിക്കാം. കൂട്ടത്തിലൊരു ഗുണ്ടനെ തട്ടിക്കൊണ്ട് പോയത് നീ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നേരത്തെ അവൻ ഇവളോട് പ്രേമം, ഗുണ്ടയ്ക്ക്, അല്ലെങ്കിൽ അന്നേ ഇവള് തീർന്നു പോയേനെന്ന് ചിന്തിക്കുവാണ് അഭി. എന്താണ് നീ ആലോചിക്കുന്നത് നീ ചോദിച്ചപ്പോൾ നിനക്കിപ്പോൾ ടൂറ് പോകാൻ പറ്റുന്നൊരു കണ്ടീഷനൊന്നും അല്ലല്ലോ, യാത്ര പരമാവധി ഒഴിവാക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഭാര്യയ്ക്ക് പരമാവധി സന്തോഷം കൊടുക്കണമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞതെന്ന് നവ്യ പറയുമ്പോൾ അതിനിടയ്ക്ക് യാത്ര ഒഴിവാക്കണമെന്നും പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത് നിനക്ക് സന്തോഷമായല്ലോ അല്ലേ, എന്നെ കൊണ്ട് ഇനി നിനക്ക് എങ്ങോട്ടും പോവണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികൾക്കും കല്യാണത്തിനോട് യാതൊരു താല്പര്യമില്ല, എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം മിക്കവരും തളയ്ക്കപ്പെടുകയാണെന്ന് പറഞ്ഞു നവ്യ. അതിപ്പോൾ ആണുങ്ങളും അങ്ങനെ തന്നെയല്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം മിക്ക ആണുങ്ങളും കല്യാണം വേണ്ടെന്ന് പറയുന്നവരാണെന്ന് അഭി പറയുമ്പോൾ അവിടെയൊക്കെ എൻ്റെ അനിയത്തി ഭാഗ്യവതിയാടാ, അധികം പെൺകുട്ടികൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം അവൾക്ക് കിട്ടിയത്. ആദർശേട്ടൻ അവളെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്.
എനിക്കതിനുള്ള കരുത്തൊന്നും ഇല്ല എൻ്റെ പൊന്നോ, നബി എന്നേരം പറയുന്നു. നീ എന്താ ആദർശേട്ടൻ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം കണ്ടു, കണ്ടിട്ടാ വരുന്നത്, എടുത്തു പൊക്കി അവളെ വട്ടം കറക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അതുപോലെ ഞാൻ നിന്നെ വട്ടം കറക്കുക, അതിനൊത്ത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും അതുപോലെ കറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ കറങ്ങിയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും സന്തോഷിക്കത്തില്ലേ എന്ന് ചോദിച്ചു നവ്യ. അത് കേട്ടപ്പം എന്തിനാ നീ ബെഡ്റൂമിലേക്ക് വന്നത്, ഇവിടെ വന്നതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്താത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്ന് അഭി ചോദിക്കുമ്പം നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുക. എന്നെ എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കാത്ത ഒരുത്തൻ, അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുകയാണെന്ന് പറഞ്ഞ് നവ്യ പോകുമ്പോഴേക്കും ഇതേ നിന്റെ ഉള്ളിലെ ദേഷ്യാമർഷം ഉണ്ടെന്ന് എനിക്കറിയാം, അതിൻ്റെ ഇരട്ടിയാടി എൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സംതൃപ്തരല്ലാത്ത ഭാര്യയും ഭർത്താവും അധികം സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു അഭി. നിനക്ക് ഏത് നേരമേ ഒരു മൊബൈൽ ഉണ്ടല്ലോ, ഇപ്പം മിക്ക ആണുങ്ങളുടെയും കാര്യം അത് തന്നെയാണ്. അവരാദ്യ ഭാര്യയെ സ്വന്തം മൊബൈലാ, അത് കഴിഞ്ഞ് താലി കെട്ടിയ പെണ്ണിനുള്ള സ്ഥാനം എന്ന് പറയുമ്പം തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയല്ലേടി. നീയും ഏത് നേരം മൊബൈലും തന്നെ നോക്കിയല്ലേ ഇരിക്കുന്നത്. ഞാൻ മൊബൈലിൽ നോക്കുന്നുണ്ടെങ്കിൽ അത് അന്യ പുരുഷന്മാരെ ഒന്നും അല്ല, എന്നാൽ നീ ഏതു നേരവും അന്യ പെണ്ണുങ്ങളെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നവ്യ അന്നേരം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നീ ചാറ്റ് ചെയ്യുന്നതും എനിക്കറിയാം, എന്ന് വെച്ചാൽ നീ എന്നെ ചീറ്റ് ചെയ്യുന്ന അർത്ഥം. ഞാനൊന്ന് ഉറങ്ങാൻ കിടക്കുമായിരുന്നു, ആ നേരത്ത് എന്നെ വന്ന് ശല്യം ചെയ്യല്ലേ എന്ന് അഭി പറയുമ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടേ ദിവസങ്ങൾ കുറയായി എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഉറക്കത്തിനുള്ള മരുന്നും കൂടെ തരാൻ പറയാമെന്ന് പറഞ്ഞു അഭി. സ്ഥിരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന പോലെ മരുന്നുണ്ടെന്ന് ചോദിക്കണം നീ, അത് ഇതിലും നല്ലതെന്നൊക്കെ നവ്യ പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് സ്വന്തം കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന ഭാര്യ ഏറ്റവും വലിയ സ്വഭാവ ദൂഷ്യത്തിന് അടിമയാണെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞപ്പം മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ അനുകരിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാടാ. അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നതിലും എത്രയോ നല്ലതാടാ സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത്. നിന്നെ പോലെ അത്യാഗ്രഹം പിടിച്ച പെൺകുട്ടികളെ എത്ര സന്തോഷിപ്പിച്ചിട്ടും കാര്യമില്ലടി. നീയൊന്നും ഈ ജന്മം തൃപ്തിയാകാൻ പോകുന്നവളല്ല, നീയൊക്കെ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. സിനിമയിലെ ജീവിതമാണ് നിന്നെ പോലെയുള്ള പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയെന്ന് പറഞ്ഞപ്പോൾ നനയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവളൊരു സിനിമയിലെ പോലെ തന്നെയാടാ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കും, എൻ്റെ ഏട്ടനെ പോലെ പെൺകൊന്തനാവാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുപോലെ നട്ടല് വളച്ച് നിൽക്കാനും. പറഞ്ഞേടാ, ഒന്നുകൂടെ പറഞ്ഞേടാ, നീ ഒന്നുകൂടെ പറയടാ. നട്ടലുള്ള ആണാടാ നിന്റെ ഏട്ടൻ, ശരിക്കും നീ ഒരു ആണാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല. എൻ്റെ കാലക്കേടെന്നല്ലാതെ എന്തു പറയാനാ. മുലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടാ അയ്യപ്പനെ പോലെ പറ്റിക്കുന്നവനല്ലേടാ നീ. പിന്നെ ഭാര്യയെ പറ്റിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളെന്നും പറഞ്ഞുകൊണ്ട് നവ്യ കയറി അങ്ങ് കിടന്നു. ഈ സമയത്ത് ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ അയ്യപ്പനെ കാണാൻ പോയത്, അതിപ്പോൾ അയ്യപ്പനിട്ട് അനുവദിച്ച് തന്നതുമില്ല, എൻ്റെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തു. നമ്മുടെ നയനയും ആദർശം കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഇങ്ങനെ അമ്മ സമ്മതിച്ച ആ ഒരു കാര്യം ഇതെല്ലാം പറഞ്ഞിങ്ങനെ ഇവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, അമ്മയ്ക്ക് നിന്നോട് സ്നേഹം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, പിന്നെ അമ്മ ഇന്ന് നിസ്സഹായായിരിക്കുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ടതിൻ്റെ ഒരു മാറ്റം അത് അമ്മയിലുണ്ടെന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് നയനയും പറഞ്ഞു. അല്ല, ഇപ്പോൾ കരൾ ദാനം കൊടുത്ത പെൺകുട്ടിയെ പറ്റിയുള്ള അന്വേഷണമൊക്കെ നിർത്തിയോ എന്ന് നയന ചോദിക്കുമ്പം അത് നിർത്തിയിട്ടൊന്നുമില്ല, അതിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും ഒക്കെ നാട്ടിലില്ലെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്, പിന്നെ 1-2 മാസം കഴിഞ്ഞേ മടങ്ങി വരത്തോളെന്നും പറഞ്ഞു. അത് കഴിഞ്ഞാലേ വീണ്ടും അവളെ പറ്റിയുള്ള അന്വേഷണം അതമ്മ തുടരുമായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ വന്ന ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ പെട്ടുപോകുമല്ലോ. അപ്പോഴേക്ക് നീ അമ്മയൊന്ന് സ്നേഹിച്ച് വശത്താക്കാൻ നോക്കാൻ പറഞ്ഞു ആദർശ് നയനയോട്. പിന്നെ സത്യങ്ങൾ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനെന്നെ സ്നേഹിക്കേണ്ടേ ആദർശേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. നിന്നെ അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് വരെ വന്നില്ലേ, ഇനിയിപ്പോൾ സാവകാശം കയ്യിലെടുക്കുകയാണ് വേണ്ടതെന്ന് ആദർശ് പറയുമ്പോൾ ഞാനതിന് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം, പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് നയന ഇങ്ങനെ ആദർശിനോട് പറയണം. അങ്ങനെ അതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനയും കൂടി ഇങ്ങനെ പോകുമ്പോഴേക്കും വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരിതിലേക്ക് ഇത് ചാടിയപ്പോഴേക്കും നമ്മുടെ നയനയുടെ ആ ഒരു അവസ്ഥ വല്ലാതാകുന്നു. ഈ ഒരു അവസ്ഥ നമ്മുടെ ദേവയാനി സ്വപ്നത്തിൽ കാണുക. അയ്യോ എന്നും പറഞ്ഞ് ചാടി അങ്ങോട്ടേക്ക് അങ്ങ് എഴുന്നേറ്റ് കിട്ടോ. ദേവയാനിക്ക് പെട്ടെന്ന് പേടിയായി, ദേവയാനിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ, നയനെ പറ്റിയ സ്വപ്നം കണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി കിടന്ന് ഭയങ്കര ഇതാവുക. അപ്പോൾ ജയൻ തൊട്ടരികിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു, ഫോൺ എടുത്തിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ജയനെ നോക്കിയിട്ട്. എന്നിട്ട് പതുക്കെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അടുത്ത കൂട്ടുകാരിയെ വിളിക്കുക. അതും വേറെ ആരുമല്ല, ഒരു ഡോക്ടറെ വിളിക്കുന്നത്. ഞാൻ ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പം ഇല്ലടോ, ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തിട്ടേ പുറത്തേക്ക് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ സമയത്ത് താൻ വിളിക്കണമെങ്കിലേ അതുപോലെ എന്തെങ്കിലും കാര്യം കാണുമല്ലോ, എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഡോക്ടർ. അപ്പോൾ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് കരൾ തന്ന് സഹായിച്ച പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ ഹസ്ബൻഡും ഒത്ത് ഒരു യാത്ര പോകുക,
ദൂരയാത്രയാണ് പോകുന്നത്, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്ത് കുഴപ്പമാണോ, സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ, ഇനിയിപ്പോൾ എത്ര ദൂരം വേണമെങ്കിലും ആ കുട്ടിക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ദേവയാനിക്ക് സമാധാനമായത്. ആ കുട്ടിക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നും പറഞ്ഞു. താൻ തന്നെ സൂക്ഷിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. തനിക്ക് അതുപോലെ യാത്രയൊന്നും ചെയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനി 1 മാസം കൂടി കഴിയണമെന്ന് പറയുമ്പോൾ എൻ്റെ കാര്യത്തെപ്പറ്റി ഓർത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നെ സഹായിച്ച പെൺകുട്ടിയെ പറ്റി ഓർത്തിട്ട് എനിക്ക് അവൾ ചെറുപ്പമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു ഡോക്ടർ. ശരി ഡോക്ടർ, ഞാൻ വിളിച്ചോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ദേവയാനിക്ക് നയനയോടുള്ള ആ സ്നേഹം അത്രമേലിങ്ങനെ വളർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വരുന്നു. എത്ര ജോഡി ഡ്രസ്സ് എടുക്കുന്ന ആദർശേട്ടാന്ന് ചോദിച്ചപ്പോൾ ഈ ബാഗ് കൊള്ളുന്ന അത്ര എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതെന്തിനാ അത്രയും ഡ്രസ്സ്, നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരില്ലേന്ന് ചോദിച്ചപ്പോൾ വരും, പിന്നെ ചൂടൊക്കെ അല്ലേ, ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 or 3 ഡ്രസ്സൊക്കെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അല്ല തണുപ്പുള്ള സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത്, എത്ര തണുപ്പുണ്ടെങ്കിൽ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ചൂടായി തുടങ്ങുമെന്ന് പറഞ്ഞ ആദർശം എന്ന് പറഞ്ഞേക്കോ നയന. പിന്നെ എവിടെ പോയാലും നിനക്ക് അമ്പലത്തിൽ പോക്ക് ഉണ്ടാകുമല്ലോ, അപ്പോൾ പിന്നെ ഇട്ട ഡ്രസ്സ് തന്നെ ഇടാനൊന്നും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു നയന. സെറ്ററൊക്കെ എടുത്തു വെച്ചോന്ന് ചോദിച്ചപ്പം എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദർശം എന്നിട്ട് ഇങ്ങനെ നയനെ തന്നെ നോക്കി നിൽക്കുക. നീ ഇതുവരെ ദൂരെ സ്ഥലത്തൊന്നും പോയിട്ടില്ലല്ലോ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല ആദർശേട്ടാ, അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാ പേടിക്കുന്നത്, കൂടെ ഞാനല്ലേ ഉള്ളതെന്ന് ആദർശ് അന്നേരം ചോദിച്ചേ. അന്നേരം ഇനി ഇതുപോലെ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി വേണം പോകാനെന്നും, ഇപ്പം നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ, അത് നവ്യേച്ചിക്കും അനാമികയ്ക്കൊക്കെ വല്ലാത്ത വിഷമമായിരിക്കുമെന്ന് നയന പറയുമ്പം നവ്യയ്ക്കിപ്പോൾ വയ്യാതിരിക്കുമല്ലേ, പിന്നെ അനാമികയുടെ കാര്യം, അവളുടെ കാര്യം അത് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അവളെയും കൊണ്ട് അനി എവിടേക്ക് പോകാനും തയ്യാറാണ്. പക്ഷേ അവർക്കിടയിൽ ഒരു സ്നേഹവും കാര്യമൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങും പോകാതിരുന്നത്, നമുക്കതിന് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചേ. സത്യം പറഞ്ഞാൽ അവൻ്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണെന്ന് പറയുമ്പോൾ അവരുടെ ഈ അകൽച്ച എങ്ങനെയെങ്കിലും മാറണ്ടേ ആദർശേട്ടാ എന്ന് നയന ചോദിച്ചപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ഞാൻ നിന്നോട് പിണങ്ങി നടന്നപ്പോഴൊക്കെ നീയാ പലപ്പോഴും പല അവഗണനകളും മറന്നിട്ട് എന്നെ സ്നേഹിച്ചത്, ഈ കുടുംബത്തെ സ്നേഹിച്ചത്. അതുപോലെയൊന്നും ആവാനേ അവളെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ നമുക്കെന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അവൾ കൊച്ചു കുട്ടിയല്ലേ ആദർശേട്ടാ. കൊച്ചു കുട്ടിയോ? അവളോ? എടി നീയും അവളും തമ്മിൽ വലിയ പ്രായ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടോ? നന്ദുവിൻ്റെ പ്രായമുണ്ട് അവൾക്ക്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയും, അവളൊരു ഭാര്യ, പിന്നെ അതിൻ്റെ ഒരു പക്വത അവൾ കാണിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്കും അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ എന്ന് നയന പറഞ്ഞു. അവിടെയാ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയതെന്ന് ആദർശ് നയനയോട് പറയുക കേട്ടോ. പിന്നെ അവൻ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ അവൻ്റെ തലയിൽ കെട്ടിവെക്കരുത് എന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും, എൻ്റെ ജീവിതത്തെക്കാളും അവൻ്റെ ജീവിതം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ അത് നടക്കാത്തൊരവസ്ഥയായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അനാമികയും കൊള്ളില്ല, അവരുടെ അച്ഛനും അമ്മയും കൊള്ളത്തില്ല, മകളെ ഉപദേശിക്കാനേ സ്വന്തം കുടുംബത്തിൽ ആളില്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് ആദർശെല്ലാം നയനയോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. ആദർശേട്ടന് ചായ മറ്റോ വേണോ, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ചായക്കടകളുണ്ട്, നമുക്ക് അവിടെ നിന്ന് കുടിക്കാം. ഇനിയിപ്പോൾ നീ രാവിലെ ചായ ഒന്നും ഇടണ്ട, ഇപ്പോൾ ട്രാഫിക് ഇല്ലാത്ത സമയമാണ്, ഈ സമയത്ത് ഇറങ്ങിയാലേ തിരക്കില്ലാതെ കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കാമെന്ന് പറഞ്ഞു ആദർശ്. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണെന്നും, അപ്പോൾ പലപ്പോഴും അതിനൊരവസരമൊക്കെ വന്നെങ്കിലും പല പല പ്രശ്നങ്ങൾ കാരണം എല്ലാം മാറി മാറി പോകുമായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്നും ആദർശ് നയനയോട് പറഞ്ഞു. നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നയന ഭാഗം എടുക്കാൻ നോക്കിയപ്പം ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. വേണ്ട, ഇതെടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു നയന. അതൊക്കെ സമ്മതിച്ചു. തൽക്കാലം ഞാൻ എടുത്തോളാം, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുറിയും പൂട്ടി പോകണം. അപ്പോഴേക്കും ദേവയാനി ചായയൊക്കെ ആയിട്ട് വരുവാ കേട്ടോ. 2 ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് ദേ വരുന്നു. അപ്പോഴേക്കും മകളും മകനും കൂടെ ഇറങ്ങി വരുമ്പോൾ അവരെ ചായ കൊടുത്ത് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ദേവയാനി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അമ്മ ചായയൊക്കെ ഇട്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് പോകുമെന്ന് എനിക്ക് അറിയാമല്ലോ, പിന്നെ ചായ കുടിച്ചിട്ട് പോട്ടെ എന്ന് കരുതി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് ആദർശേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാതിരുന്നതെന്ന് നയന പറയുമ്പോൾ പകരം ഞാൻ കയറിയല്ലോ എന്ന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയാം കേട്ടോ. ഇനി ഈ ചായ കുടിക്കുന്നത് കൊണ്ട് രണ്ടാൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ
എൻ്റെ അമ്മ ഇട്ട ചായ അല്ലേ, അത് കുടിക്കാൻ ഞങ്ങൾക്കെന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു ആദർശ്. അങ്ങനെ അമ്മ മകനും മരുമകൾക്കും ചായ കൊടുത്തു. മരുമകളല്ല മകള്. അങ്ങനെ മകനും മകൾക്കും ചായയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അടിപൊളിയായിട്ടുണ്ട് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം കുടിക്കുക. നയന ഈ സമയത്ത് ഇങ്ങനെ നയനെ നോക്കുക ദേവയാനി. എന്നിട്ട് പോകുന്നൊക്കെ കൊള്ളാം, ഭാര്യ കൂടെയുള്ളതിൻ്റെ ത്രില്ലിൽ ഓവർ സ്പീഡിലൊന്നും പോകരുത്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പോകത്തുള്ളൂ അമ്മയെന്ന് പറഞ്ഞു ആദർശം. ദേവയാനി നേരത്തേന് പതുക്കെ ഇതൊക്കെ ചിന്തിക്കാം. അതുപോലെ നല്ല വഴിയിലൂടെ വേണം പോകാനെന്നും ഒത്തിരി കട്ടറുള്ള വഴികളിലൂടെ ഒന്നും പോകരുതെന്നും പറഞ്ഞപ്പോൾ അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കത്തുള്ളൂ അമ്മേ എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ ദേവയാനി ഞാൻ നിന്നോട് അതിന് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ദേവയാനി നീയല്ലല്ലോ, ഇവനല്ലേ ഡ്രൈവ് ചെയ്യുന്നത്, അപ്പോൾ ഇവൾക്കൊന്നും ഡ്രൈവിംഗ് ഒക്കെ കുറച്ച് അറിയാം, അനി ഇവളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അമ്മയെന്ന് പറയുമ്പം പഠിത്തമൊന്നും പോരാ നമ്മുടെ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഇവളുടെ കയ്യിലൊന്നും വണ്ടി കൊടുത്തേക്കരുതെന്ന് പറഞ്ഞു ദേവയാനി. അതുപോലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുവാണെങ്കിലേ 5-10 മിനിറ്റ് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഉറക്കം മാറിയിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ എന്നോട് പറയണോ അമ്മയെന്ന് ആദർശ് നേരം ചോദിച്ചപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ കുഴപ്പമില്ലായിരുന്നു എന്ന് ദേവയാനി പറയാം. നേരം ഇതിപ്പോൾ രണ്ടുപേരും പരസ്പരം മറന്നായിരിക്കുമല്ലോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നാൽ പിന്നെ അമ്മയും കൂടി പോരെ എന്ന് നമ്മുടെ നയന പറഞ്ഞപ്പം അയ്യോ വിളിച്ചതിന് നന്ദി. ഞാനില്ലേ, പക്ഷെ ഈ വിളിക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നു, അതുകൊണ്ട് നീ വെറുതെ വേഷം കെട്ടണ്ടെന്നും ദേവയാനി പറയും. എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. കാരണം മരുമകള് സന്തോഷത്തോടെ വിളിച്ചതെന്ന് ദേവയാനിക്ക് അറിയാം. ഇതെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകാൻ നോക്കുക. ആ സമയത്ത് ചായക്ക് കടുപ്പമൊക്കെ ഉണ്ടായിരുന്നോ ദേവയാനി ചോദിച്ചു. അന്നേരം പാകത്തിന് കടുപ്പമുണ്ടായിരുന്നു അമ്മേ എന്ന് നയന ചോദിച്ചു. അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്, എൻ്റെ മോനോടല്ലേ എന്ന് ദേവയാനി ഇങ്ങനെ പറയണു കേട്ടോ. ആ സമയത്ത് നയന ദേവയാനി ഇങ്ങനെ നോക്കുക. നല്ല ചായ ആയിരുന്നു അമ്മയെന്ന് മോൻ നേരം പറഞ്ഞു. ഡ്രൈവ് ചെയ്യുമ്പോഴേ ഉറക്കം വരാതിരിക്കാൻ കടുപ്പം കുറച്ച് കൂട്ടിയിട്ടതെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് വേണ്ടത്, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മോനെ നോക്കി. ഈ സമയത്ത് നയനയ്ക്ക് അമ്മയോട് പറയണമെന്നുണ്ട്, പക്ഷെ നയന ഇങ്ങനെ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോവുക. നയന ഇങ്ങനെ അവിടെ നിന്ന് പോകുന്ന നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ആട്ടോ പോണേ. കാരണം അമ്മായിമ്മ ഇങ്ങനെ ഒരു ഇതെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, മക്കൾ പോകുന്നത് നോക്കി നിൽക്കുന്നു നമ്മുടെ ദേവയാനി. നയനി എന്നിട്ട് പോയിട്ട് തിരിഞ്ഞ് അമ്മയെ നോക്കുന്നുണ്ടേ. അപ്പോൾ ദേവയാനിക്ക് ആകെ ഒരു വിഷമോ എന്തൊക്കെയോ ഒരു വെപ്രാളോ ഒരു ടെൻഷനോ എന്തൊക്കെയോ ഒരു വല്ലായ്മയൊക്കെയാണ്, പക്ഷേ മുഖത്ത് സന്തോഷവും ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ദേവയാനി ഇങ്ങനെ നോക്കുക. ഈ സമയത്ത് ദേവയാനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുക, ദേവയാനി നിന്ന് കരയുക. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ആകെ വല്ലാത്തൊരിത്. ഇപ്പം നയന ഇങ്ങനെ അമ്മയെ സങ്കടത്തോടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ചെറിയൊരു പുഞ്ചിരി നമ്മുടെ ദേവയാനിയുടെ മുഖത്തുണ്ട്, പക്ഷേ നയനയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നി. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി അവരങ്ങ് പോകുമ്പോൾ അമ്മ എന്തിനാ ആദർശിട്ടാ കരയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അമ്മ അങ്ങനെയാണെന്നും ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് നല്ല വിഷമമായിരിക്കുമെന്നും ആദർശ് നയനയോട് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഇത് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാ, അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ കരഞ്ഞ് നിറകണ്ണുകളോടെ സന്തോഷത്തോടെ മക്കളെ അനുഗ്രഹിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.